ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ വിവിധ മദ്രസ പീഡനങ്ങൾ എവിടെ നടന്നാലും അത് പലപ്പോഴും ചർച്ചയാകാം. ചിലപ്പോൾ 100 നടക്കുമ്പോൾ 1-2 ഒക്കെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാറുള്ളൂ. അതാണ് ഈ വാർത്തകളിൽ നിറയുന്നത്. അതിലും തുലവും തുച്ഛം മാത്രമാണ് പലപ്പോഴും വാർത്തയാകാറുള്ളതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുള്ളതും. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു 14ഓളം കുട്ടികളെ പീഡിപ്പിച്ച ഒരു ഉസ്താദിന്റെ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ ചർച്ചയായി. സോഷ്യൽ മീഡിയയിലെ ചില പണ്ഡിത സിംഹങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് എന്ന് പലപ്പോഴും അവരുടെ ഫോളോവേഴ്സ് തന്നെ ചോദ്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിർബന്ധിതമായ സാഹചര്യത്തിൽ ആദ്യം ബാസിൽ രംഗത്ത് വരുന്നു. ആനമയിൽ ഒട്ടകം ടീമിനെ സംബന്ധിച്ചിടത്തോളം തേക്കുക, മായ്ക്കുക, വെളുപ്പിക്കുക, പെയിന്റ് അടിക്കുക, ഇതൊക്കെയാണ് അവരുടെ തന്ത്രം. അവർക്ക് തന്നെയായിട്ട് ഒരു വ്യാഖ്യാന ഫാക്ടറി ഉണ്ട്. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ, ഒരു കാരണവശാലും അങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല. കാരണം മതം പഠിക്കുന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ ചെറിയ പ്രായത്തിലെ തന്നെ എന്തോ സമൂഹത്തിലെ വലിയ സംഭവങ്ങളാണ് എന്നാണ് ബാസിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ ബാസിലിനെ പോലെയുള്ള ആളുകൾ ഇത്തരം വാർത്തകൾക്ക് നൽകുന്ന പ്രതികരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ബാസിൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ചെറ്റയാ, നാറിത്തരം മാത്രം പറയുന്ന ഒരു പരമ നാറിയാണ് അവൻ. കാരണം വസ്തുതകൾ വളച്ചൊടിച്ച് പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കാനും ആ പേപ്പട്ടിയെ ആടാക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ബാസിൽ. അതിനകത്ത് അവൻ ഡോക്ടറേറ്റ് കൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. മുസ്ലിം പുരോഹിതന്മാർ മദ്രസകളിൽ നടത്തുന്ന പീഡനങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകാറുള്ളപ്പോൾ ഇവരൊക്കെ മൗനികളായിരുന്നു ഇതുവരെ. ഇനിയും അത് പറ്റില്ല. കാരണം പബ്ലിക്ക് തന്നെ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നു ഇവരെ. ഇവരോട് ചോദ്യങ്ങൾ ആരായിരുന്നു. ആദ്യം തന്നെ ബാസിലിന്റെ ഈ വിഷയത്തിലുള്ള ഒരു മിനുക്കൽ പരിപാടി ഒന്ന് കേട്ടു നോക്കുക. ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒന്നാണ് മദ്രസകൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം മറ്റു സമുദായ അംഗങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ മാതാപിതാക്കളോടുള്ള സമീപനം, അല്ലെ, വാർദ്ധക്യത്തിൽ അവരെ പരിചരിക്കുന്ന വിഷയത്തിലാകട്ടെ, അതേപോലെ തന്നെ അവരെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലേക്ക് തള്ളാതിരിക്കുന്ന വിഷയത്തിലാകട്ടെ, അതുപോലെ തന്നെ മറ്റ് സാമൂഹികമായിട്ടുള്ള നന്മകളിൽ മുന്നിൽ നിൽക്കുന്ന കാര്യത്തിൽ, ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന കാര്യമാകട്ടെ, സാമൂഹികമായ നന്മകളിൽ മുന്നിട്ട് വരുന്ന കാര്യങ്ങളിലാകട്ടെ, ഒക്കെ മുസ്ലിം സമുദായം കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കാനുള്ള കാരണമായി മറ്റുള്ളവർ പോലും വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചെറുപ്പത്തിലെ ലഭിക്കുന്ന ഈ ധാർമ്മിക വിദ്യാഭ്യാസം, അതിന്റെ കേന്ദ്രങ്ങൾ ശരി, ഓക്കെ. ഈ ചെറുപ്പത്തിലെ മദ്രസകളിൽ നിന്നും ലഭിക്കുന്ന ബാസിലിന്റെ ടീമിന്റെ മദ്രസ വിദ്യാഭ്യാസവും അതിലെ മൂല്യാധിഷ്ഠിതമായിട്ട് ഇവര് കാണുന്ന വിദ്യാഭ്യാസം, മത അഭ്യാസം, ഇത് എത്രമാത്രം അപകടകരമാണ് എന്ന് ഒരു ഉസ്താദ്, അതായത് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിലൂടെ തന്നെ നിങ്ങളത് കേട്ടു നോക്കാം. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത്, നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. എന്താ ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കച്ചമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് വെച്ചാൽ അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കത്തെ എങ്ങനെ അറിയോ? കാഴ്ച കാണുന്തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണുന്തോറുമാണ്. അത് കാണുന്തോറും ബലാത്സംഗങ്ങൾ വർദ്ധിക്കൽ അവനൊരു വികാരി ജീവിയാണ്. അവന്റെ സ്ത്രീയുടെ സൗന്ദര്യം കാണുന്തോറുമാണ്. അത് കാണുന്തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാരി ജീവിയാണ്. അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ?
നിങ്ങൾ ശരിക്കും ഞാൻ ആരെയും നിരപരാധിയാക്കാനൊന്നുമല്ല ഉസ്താദെ, നമുക്കത് ശരിക്കും മനസ്സിലായി. കാരണം കേൾക്കുന്ന ആളുകളും തലയ്ക്കകത്ത് ആള് താമസമുള്ളവരാണ്. അവരും അമ്മ പ്രസവിച്ച മക്കളാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി, തീർന്ന കാര്യം. ഇനി ബാസിലേക്ക് തിരിച്ചു വരുവാണ് നമ്മൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറുപ്പത്തിലേ ലഭിക്കുന്ന ഈ ധാർമ്മിക വിദ്യാഭ്യാസം അതിന്റെ കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ മദ്രസകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു പ്രൗഢിയോടുകൂടി നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുദോഷം വരുത്തുന്ന ഒരു സമീപനമാണ്. ശരി, അവിടെ നിൽക്കൂ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. മദ്രസകളിൽ ലഭിക്കുന്ന വിദ്യാഭ്യാസം, മദ്രസകളിലെ ഉസ്താദുമാര് എന്തുമാത്രം പഠിച്ച പണ്ഡിതന്മാരാണ്. അവർ നൽകുന്ന വിദ്യാഭ്യാസം കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് എത്ര വലിയ സമുദായത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നറിയാമോ? കേട്ടു നോക്ക്. ഈ 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആകാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ ആങ്ങളെ, എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക, പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക, എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ. ഇത് കുട്ടി ഉണ്ടാക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് ഇന്നിന്റെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാവരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് ഞങ്ങൾ നേരാക്കിക്കോളുന്നേ. അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ലാണ്. അങ്ങനെ ഞാൻ നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ള തന്നെ അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ടെന്ന് എഴുതും, അല്ലാണ്ട് ഞാൻ തൊടലില്ലാണ്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ചു വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചെറിയ മക്കളല്ലേ, 11 വയസ്സ് വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞ് എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസം 1-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തു പണി ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഒരു പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോൾ നമ്മളവിടൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്നത്, അത്രേ ഉള്ളൂ. കളബടുക്കൂസിൽ എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ? ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഉസ്താദിന് കൊടുക്കണം. എന്താ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്, അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം എന്തോ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങ് തിന്നൂടെന്ന് അറിയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോൾ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര് ഷോപ്പർ കൊടുത്ത് അല്ലോ ഇറച്ചി മീന് പത്തിരി സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ, എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ. കറത്തി കൊടുക്കുക എല്ലാരും, ചപ്പാത്തി ചിക്കൻ കറിയും മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1.5 ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ട കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കൾ മദ്രസ ചെല്ലുമ്പോൾ അടുത്തേക്ക് വിളിച്ചിരുത്തുക, ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മോലിയന്മാരെ, ഒരു മോലിയരെ പറഞ്ഞാൽ പോലെ എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാണെന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില് പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് പർദ്ദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. ഇതൊന്നും ബാസിലിന് അറിയാത്തത് കൊണ്ടല്ല. കാരണം ബാസില് ഈ വേഷം കിട്ടിപ്പോയി. അപ്പൊ ഇനിയും ബാസിലിന് ഈ വേഷം ആടിയേ മതിയാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുദോഷം വരുത്തുന്ന ഒരു സമീപനമാണ് ചില ആളുകളുടെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബാസിലിന്റെ ടീമിൽപ്പെട്ട മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഈ ഗണത്തിൽ വരുമോ? കാരണം ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് ഇങ്ങനെ ഉണ്ടാകാൻ കാരണമെന്നാണ് പറഞ്ഞത്. 5 വയസ്സുള്ള കുഞ്ഞിനെ പോലും ഒരു ഉസ്താദ് കയറി പിടിക്കുന്നത്. അപ്പോൾ ഇയാളുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇയാളോട് പറയും, പെണ്ണെ നീ ഒരു ഇറച്ചി കഷ്ണമാണ് എനിക്ക് ഭോഗിക്കാനുള്ളത്, അതുകൊണ്ടാണ് ഇയാൾ കയറി പിടിക്കുന്നത് എന്നാണല്ലോ ബാലു അണ്ണൻ പറഞ്ഞത്. ഉസ്താദ് വേഷം കെട്ടിയ ചില പിശാചുക്കൾ
ചെയ്തു കൂട്ടുന്ന നെറികേടുകൾ, അതിന്റെ പേരിൽ ഇത്രയും മഹത്തായ ഇവൻ ഒരു നാറിയുമല്ല. ഉസ്താദ് വേഷം കെട്ടിയ ഈ കാപാലികന്മാർ, ഈ കാമഭ്രാന്തന്മാർ, പീഡകന്മാർ നാറികളാണെങ്കിൽ ഇവനെ പോലെയുള്ള ചെറ്റകൾ അതിനേക്കാൾ പരമനാറികളാണ്. എന്നാൽ മാത്രമേ മദ്രസയിലെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ദിനേന ഇഷ്ടംപോലെ പീഡനങ്ങളും ബലാത്കാരങ്ങളും പ്രകൃതി വിരുദ്ധ പീഡനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മദ്രസ ആലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഗതികേടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ കാപാലികർക്ക് യാതൊരു വിധത്തിലുള്ള ശിക്ഷാ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കൗൺസിലിംഗ് പോലും ഏർപ്പാട് ചെയ്തു കൊടുക്കാത്ത സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ മദ്രസ എന്തോ കൊമ്പത്തെ സംഭവമാണെന്നാണ് ഇവൻ വന്ന് പറയുന്നത്. ഒരു സ്ഥാപനം തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ചോദ്യത്തിന്റെ നേരിലേക്കാവുന്ന, അതുപോലും മറ്റുള്ളവർ അതിനെ സംശയത്തോടു കൂടി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തുന്ന ഗൗരവകരമായ കാര്യമാണ്. കുട്ടികളെ ഉസ്താദ് പീഡിപ്പിച്ചതല്ല, 14ഓളം കുട്ടികളെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പീഡിപ്പിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ മാനസിക വളർച്ചയെയും വികാസത്തെയും പുരോഗതിയെയും വിദ്യാഭ്യാസ ഭാവിയെയും ഒക്കെ തകർത്തതൊന്നും ബാസിലിന് പ്രശ്നമല്ല. മദ്രസയ്ക്ക് പേരുദോഷമുണ്ടാകുന്നു, വെറുതെ അല്ലല്ലോ. അതിന്റെ പ്രതിച്ഛായ പോകുന്നതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതിനേക്കാളൊക്കെ പുറത്ത് നമുക്ക് ഓരോരുത്തർക്കും മദ്രസകളിൽ പോകുന്ന മക്കൾ നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗൗരവത്തോടു കൂടി കാണാം. തീർച്ചയായും എന്തുകൊണ്ടാണ് മദ്രസാ പീഡനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തുകൊണ്ട് ആ രൂപത്തിൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അതിനെ വർഗീയമായി മുതലെടുക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് ആ നിലക്ക് ഒരു മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളെയോ അങ്ങനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും അതുവഴി ഒരു അതറൈസേഷൻ ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ഒരു ഭാഗത്തുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അവിടെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് മദ്രസകളിൽ നിന്നുള്ള വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ചോദിച്ചാൽ മുസ്ലിം സമുദായം കുറച്ചുകൂടി വിജിലന്റ് ആയതുകൊണ്ടാണ്. വളരെ ചെറിയ ഒരു കാര്യം പോലും ടോളറേറ്റ് ചെയ്യില്ല ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു ഉസ്താദിനെ പിടിച്ചത് നൂറുകണക്കിന് പീഡനങ്ങൾ നടക്കുമ്പോൾ ഒന്നോ ഒരു മുറിയോ ഒക്കെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭയങ്കര വിജിലന്റ് ആണ് അത്രേ. ഇവരുടെ വിജിലന്റ് ഏത് രൂപത്തിലാണെന്ന് ഇവരിൽപ്പെട്ട തന്നെ ഒരു മഹാപണ്ഡിത പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കുക. കാരണം ഇവർക്ക് എല്ലാവർക്കും ഈ പീഡനത്തെക്കുറിച്ചും ബലാത്കാരത്തെക്കുറിച്ചും ഇത് മാത്രമാണ് അഭിപ്രായം എന്ന് മനസ്സിലാക്കും. കാരണം പെണ്ണും ആണും തമ്മിൽ ഇടകലർന്നത് കൊണ്ടാണ് ഉസ്താദ് കയറി പിടിച്ചത്, ഉസ്താദ് പീഡിപ്പിച്ചത് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതല്ലാതെ ഉസ്താദിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. മനസ്സിലായോ? കിടന്നേക്കാം, തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നോക്കിക്കോ. സ്ത്രീയും പുരുഷനും അഥവാ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചിരുന്നത് കൊണ്ടാണ് ഉസ്താദുമാർ കയറി പിടിച്ചത്, ഉസ്താദുമാർ പീഡിപ്പിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കു പറഞ്ഞാൽ ഇവിടെ ആർക്കാണ് പ്രശ്നം? വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു രീതിയല്ലേ നമ്മൾ ഈ കാണുന്നത്, അല്ലേ? ഉസ്താദുമാർക്ക് സ്വന്തം ലൈംഗിക താല്പര്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, മുമ്പിൽ ഉമ്മയാണുള്ളതെങ്കിലും പെങ്ങളാണുള്ളതെങ്കിലും കുഞ്ഞുങ്ങളാണുള്ളതെങ്കിലും, ഇനി അതല്ല ആരാൻ്റെ കുഞ്ഞുങ്ങൾ മദ്രസയിൽ പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, അവരുടെ വികാരം ശമിപ്പിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഇത് എവിടെ നിന്ന് വന്ന പഠനമാണ്? പൂർണ്ണഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവപ്പലകയിൽ നിൽക്കുമ്പോൾ പോലും അവളുടെ ഭർത്താവ് അവളുമായിട്ട് ലൈംഗിക ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ വഴങ്ങണം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിനാണോ കുഴപ്പം? ഇവന്മാരുടെ കാമഭ്രാന്തുകൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തതാണോ പ്രശ്നം? അതോ പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നതാണോ പ്രശ്നമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. ഈ ബാസിലിനെ പോലെയുള്ള വിദ്യാസമ്പന്നരായ ഇത്തരം പടുജാഹിലുകൾ, ഇത്തരം വിഡ്ഢികൾ
സമൂഹത്തെ 6-ാം നൂറ്റാണ്ടിൻ്റെ ഗോത്രീയതയിലേക്ക് കൊണ്ടുപോയി കെട്ടുകയുള്ളൂ. ഒന്നും കൂടി പറഞ്ഞു തരാം. വിദ്യാഭ്യാസമുള്ള വിവരദോഷിയാണ് സമൂഹത്തിൽ വിദ്യാഭ്യാസമില്ലാത്ത വിവരദോഷിയേക്കാൾ അപകടകാരി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. മറ്റവൻ വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് അവൻ്റെ ചൊല്ല് വിവരമില്ലായ്മയായിട്ട് എടുക്കൂ. വിദ്യാഭ്യാസമുള്ളവൻ്റെ വിവരക്കേട് സമൂഹത്തെ, സമുദായത്തെ, നാടിനെ നവീകരിക്കുന്നതിൽ നിന്നും വളരെ വലിയ രൂപത്തിൽ പിന്നോട്ടടിക്കും. നന്ദി.